മുരുകഭക്ത സംഗമത്തിൻ്റെ തിരുവനന്തപുരത്തിൻ്റെ ഹിന്ദു സമൂഹത്തിൻ്റെ എല്ലാമെല്ലാമായ ശ്രീ ഗോപാൽജി എന്നിവിടെ സ്കന്ദപുരാണം മുഴുവൻ മനോഹരമായി അവതരിപ്പിക്കുകയും അതോടൊപ്പം ചരിത്രത്തിൽ നമ്മുടെ ദൗത്യത്തെക്കുറിച്ച് ഓർമ്മിപ്പിക്കുകയും ചെയ്ത ആദരണീയനായ ഉദ്ഘാടകൻ ശ്രീ ടി.പി. സെൻകുമാർ അവറുകൾ, ചരിത്ര വിജയം നേടി തിരുവനന്തപുരം കോർപ്പറേഷൻ്റെ മേയറായി മാറിയ ശ്രീമാൻ വി രാജേഷ് അവറുകൾ, ആദരണീയനായ മുഖ്യ പ്രഭാഷകൻ, ആശംസാ പ്രഭാഷകൻ, മറ്റു ബഹുമാന്യരായ വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ, സദസ്സിൽ സന്നിഹിതരായിരിക്കുന്ന നല്ലവരെ, ഇന്ന് രാവിലെ മുതൽ ഞാൻ ഇവിടെ ശക്തിവേൽ പൂജയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇവിടെ ഉണ്ടായിരുന്നു. ഈ മുരുകഭക്ത സംഗമത്തിൻ്റെ ആദ്യത്തെ മീറ്റിംഗ് നടക്കുന്ന സമയത്ത് ഞാൻ അതിൻ്റെ ഉദ്ഘാടന സ്വാഗത സംഘ രൂപീകരണത്തിൽ പങ്കെടുക്കാൻ വേണ്ടി ഗോപാൽജിയുടെ നിർദ്ദേശാനുസരണം ഇവിടെ വന്നിരുന്നു. എറണാകുളത്ത് വെച്ച് ഈ തിരുവനന്തപുരത്ത് നടക്കുന്നതിന് മുന്നോടിയായി എറണാകുളത്ത് വെച്ച് ഒരു മുരുകഭക്ത സംഗമം നടത്തണം എന്നുള്ളൊരു ആലോചന നടന്നിരുന്നു. ചരിത്രം ഉറങ്ങിക്കിടക്കുന്ന എറണാകുളത്തപ്പൻ്റെ ശിവക്ഷേത്രത്തിൽ വെച്ച് കഴിഞ്ഞ ഡിസംബർ മാസം 28-ാം തീയതി അതിഗംഭീരമായിട്ടുള്ള നിലയിൽ ഇതുപോലെ ഒരു മുരുകഭക്ത സംഗമം നടന്നിരുന്നു. ആ മുരുകഭക്ത സംഗമം മഹാസ്കന്ദഹോമം, വിദ്യാമന്ത്ര അർച്ചന, ഇതുപോലെ നേരത്തെ സൂചിപ്പിച്ചു ആയുർവേദത്തെക്കുറിച്ചും സിദ്ധന്മാരെക്കുറിച്ച് പറഞ്ഞ ആ അഷ്ടാദശ സിദ്ധന്മാർക്കുള്ള സിദ്ധപൂജ, വേൽഘോഷയാത്ര, മഹാശക്തിവേൽ പൂജ തുടങ്ങിയവയെല്ലാം നടക്കുകയുണ്ടായി. അതിനെ തുടർന്ന് വീണ്ടും ഇന്ന് 17-ാം തീയതി ശനിയാഴ്ച ഇവിടെ വെച്ച് ഒരു മഹാശക്തിവേൽ പൂജ നടത്താനുള്ള അവസരമുണ്ടായി. നിരവധിയായ ഭക്തജനങ്ങൾ അതിൽ പങ്കെടുത്തിരുന്നു. പങ്കെടുത്ത എല്ലാവർക്കും മുരുകൻ്റെ വേല് പ്രസാദമായി കൊടുത്തിരുന്നു. ഏറ്റവും അവസാനമുണ്ടായിരുന്ന വേലാണ് ഇപ്പോൾ ആദരണീയനായ മേയർക്ക് ഇവിടെ വച്ച് സമർപ്പിച്ചത്. അദ്ദേഹത്തിനും ഈ വേല് കിട്ടിയ എല്ലാവർക്കും തങ്ങളുടെ ജീവിതത്തിലും സാമൂഹ്യ ജീവിതത്തിലും ഒക്കെ തന്നെ വിജയം കൈവരിക്കാൻ അവസരമുണ്ടാകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇതുപോലെ വേൽപൂജയിലൊക്കെ പങ്കെടുത്ത് അവിടെ എറണാകുളത്തൊക്കെ പങ്കെടുത്ത് ധാരാളം ആളുകൾ തങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടായി എന്നുള്ള നിലയിൽ പിന്നീട് പറയുകയുണ്ടായി. ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കേരളത്തിൽ ആദ്യമായി 271 വർഷങ്ങൾക്ക് ശേഷം കുംഭമേള വീണ്ടും പുനരാവിഷ്കരിക്കപ്പെടുകയാണ്. ആ പുനരാവിഷ്കരിക്കപ്പെടുന്ന കുംഭമേള ജൂന അഖാഡ എന്ന് പറയുന്ന സന്യാസി ശ്രേഷ്ഠന്മാർ, അഘോരി സമ്പ്രദായത്തിൽപ്പെട്ട സന്യാസിമാരുടെ 13 അഖാഡകളിൽ ഏറ്റവും വലിയ അഖാഡയായ ജൂന അഖാഡയുടെ മഹാമണ്ഡലേശ്വർ ആനന്ദവനം ഭാരതി മഹാരാജാണ് അതിന് നേതൃത്വം കൊടുത്തുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ ആരംഭിച്ചത്. ഈ വരുന്ന 24-ാം തീയതി ഷഷ്ടി പുണ്യദിനത്തിൽ അദ്ദേഹത്തിൻ്റെ തന്നെ ആജ്ഞയനുസരിച്ച് എന്ന് പറയാൻ പറ്റുള്ള ഒരു നിർദ്ദേശം അനുസരിച്ച് അവിടെയും തിരുനാവായുടെ നിളയുടെ തീരത്ത് വെച്ചിട്ടും ഒരു മഹാശക്തിവേൽ പൂജ നടക്കുന്നുണ്ട്. അതിൽ ഈ 27 ദിവസങ്ങൾക്കുള്ളിൽ എറണാകുളത്ത് നടക്കുന്നത് ഒരു രേവതിയുടെ അന്നാണ്. 24-ാം തീയതി ഉത്രട്ടാതിയുടെ അന്നാണ് മഹാകുംഭമേളയിൽ ശക്തിവേൽ പൂജ നടക്കുന്നത്. ഈ 27 നക്ഷത്രങ്ങൾക്കിടയിൽ കേരളത്തിൻ്റെ 3 സ്ഥലങ്ങളിൽ വെച്ച് ശക്തിവേൽ പൂജ നടത്താനുള്ള സൗഭാഗ്യം വന്നു ചേർന്നു. ശക്തിവേൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ സ്കന്ദപുരാണത്തെക്കുറിച്ചൊക്കെ വിവരിക്കുന്ന സമയത്ത് സെൻകുമാർ സാർ പറഞ്ഞു, അതായത് വരബലം കൊണ്ട് ഒരിക്കലും തോൽപ്പിക്കാൻ സാധിക്കുകയുണ്ടായിരുന്ന അത്രമാത്രം വരങ്ങൾ നേടിയെടുത്ത, മരണത്തെ അതിജീവിക്കണമെന്നായിരുന്നു വരം ചോദിച്ചത്. താരകാസുരനും ശൂർപത്മാസുരനും സിംഹമുഖനും. പക്ഷെ അവർക്ക് അങ്ങനെയുള്ള വരം കൊടുക്കാൻ നിർവാഹമില്ലാത്തതുകൊണ്ട് ശിവന്റെ പുത്രൻ തങ്ങളെ വധിച്ചോട്ടെ എന്നുള്ള വരം മേടിക്കുകയും പകൽ കൊല്ലാൻ പാടില്ല, രാത്രി കൊല്ലാൻ പാടില്ല, ഇരുട്ടത്ത് കൊല്ലാൻ പാടില്ല, വെളിച്ചത്ത് കൊല്ലാൻ പാടില്ല, ഇങ്ങനെ അനേകം നിബന്ധനകൾ വെച്ചുള്ള വരങ്ങൾ മേടിച്ച ആ 3 അസുരന്മാരെയും കൊല്ലുന്നതിന് മുരുകൻ അവതാരമെടുക്കുകയാണ്. അവരെ കൊല്ലുന്നതിനുള്ള ആയുധം കൊടുത്തത് പാർവതീദേവിയാണ്. അതുകൊണ്ടാണ് ശക്തിവേൽ എന്നറിയപ്പെടുന്നത്. ശക്തിയാണ് ഏറ്റവും പ്രധാനം. ഇന്നത്തെ ഈ പരിപാടികളൊക്കെ നോക്കുമ്പോൾ സ്ത്രീകളുടെ സാന്നിധ്യമാണ് ഏറ്റവും കൂടുതൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അവരാണ് സമൂഹത്തിൽ ശക്തി എന്ന് പറയുന്നത് സ്ത്രീയാണ്. രാമായണത്തിലെ രസകരമായൊരു സംഭവം, ജനക മഹാരാജാവ് ഈ സീതയെ കല്യാണം കഴിച്ചു കൊടുക്കുന്നത് ആർക്കായിരിക്കണം എന്നൊരു ചർച്ച നടത്തണം.
അദ്ദേഹം പറഞ്ഞു, ഈ ത്രയംബകം വില്ല് എടുത്ത് കുലച്ചിരിക്കുന്ന ആൾക്കെ സീതയെ കല്യാണം കഴിച്ചു കൊടുക്കും. എന്താ അതിന് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ചെറിയ കുട്ടിയായിരിക്കും. ഈ ത്രയംബകം വില്ല് എന്ന് പറഞ്ഞാൽ 10,000-കണക്കിന് ആൾക്കാർ ചുമന്നാണ് ആ വില്ല് കൊട്ടാരത്തിലേക്ക് കൊണ്ടുവരുന്നത്. അതൊരു വലിയ പെട്ടിയുടെ ഉള്ളിലാണ് വെച്ചത്. 10,000-കണക്കിന് ആൾക്കാർ ചുമന്നുകൊണ്ടിരുന്ന വില്ല് അതുപോലുള്ളൊരു വലിയ പെട്ടിയിലാണ് വെച്ചിരിക്കുന്നത്. സീത ഒരിക്കൽ കൂട്ടുകാരികളോടൊക്കെ കളിച്ചുകൊണ്ടിരുന്ന പന്ത് ഈ പെട്ടിയുടെ അടിയിലോട്ട് വീണുപോയി, ഉരുണ്ടുപോയി. സീത അത് ചെന്ന് കൈകൊണ്ട് തള്ളി മാറ്റി പന്തെടുത്തു. ജനങ്ങൾ സ്തബ്ധനായിപ്പോയി ഒരു നിമിഷം. 10,000-കണക്കിന് ആൾക്കാർ തള്ളി നീക്കിയ ഈ സാധനം ആരാണ്? ഈ സീത എങ്ങനെയാണ് തള്ളി മാറ്റി? അപ്പോൾ അന്ന് അദ്ദേഹം തീരുമാനിച്ചു, ഈ വില്ലെടുത്ത് കുലയ്ക്കാൻ കരുത്തുള്ളവനെ ഞാൻ എൻ്റെ മകളെ വിവാഹം കഴിച്ചു കൊടുക്കുള്ളൂ. പക്ഷെ രാമനത് കുലച്ചു എന്ന് മാത്രമല്ല, ഒടിക്കുകയും കൂടി ചെയ്തു. അപ്പോൾ ശക്തി എവിടെയാണ് നിൽക്കണതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്ത്രീകളിലാണ്. അവരാണ് സമൂഹത്തിൽ പരിവർത്തനം ഉണ്ടാക്കുന്നത്. അങ്ങനെ പരിവർത്തനം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രീപാർവതി ദേവിയുടെ ശക്തിവേലാണ് ഇന്ന് എല്ലായിടത്തും നമ്മൾ പൂജ കഴിച്ചുകൊണ്ടിരിക്കുന്നത്. ആ വേലിൻ്റെ ശക്തിയിലൂടെ സമൂഹത്തിൽ വിപ്ലവകരമായിട്ടുള്ള മാറ്റങ്ങൾ ഉണ്ടാകുമെന്നുള്ളത് ഒരു സംശയമില്ലാത്ത കാര്യമാണ്. അങ്ങനെ മുരുകൻ്റെ അനേകം കാര്യങ്ങൾ ഇന്ന് എവിടെ നോക്കിയാലും നമുക്ക് കാണാൻ സാധിക്കും. അത്തരത്തിലുള്ള കാര്യങ്ങൾ ഇനിയും കൂടുതൽ ഉണ്ടാവട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് നന്ദി നിർത്തുന്നു. നമസ്കാരം.